അയോധ്യ, പിന്നാലെ കാശിയിലെ ഗ്യാൻവാപ്പി. അതുപോലെയാണോ ഇപ്പോൾ സുപ്രീം കോടതിയും മധ്യപ്രദേശ് ഹൈക്കോടതിയും പരിഗണിക്കുന്ന ഭോജശാല? അവിടെ ക്ഷേത്രം പൊളിച്ചു പള്ളി നിർമ്മിച്ചു എന്ന പ്രചാരണത്തിൽ എത്രയുണ്ട് വസ്തുത? ഭോജശാല ആരുടെയെങ്കിലും ആരാധനാലയമാണോ, അതോ അതൊരു ചരിത്ര സ്മാരകം മാത്രമാണ്? വസ്തുതകൾ പരിശോധിക്കുന്ന സത്യം പറയട്ടെ ആരംഭിക്കുന്നു. സ്വാഗതം. ആരാധനാലയമാണോ ഭോജശാല എന്ന് ചോദിച്ചാൽ അല്ല, ചരിത്ര സ്മാരകം എന്നാണ് ഉത്തരം. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ രാജാക്കന്മാരിൽ ഒരാളായി കരുതുന്ന ഭോജരാജാവ് നിർമ്മിച്ച അനേകം പാഠശാലകളിൽ ഒന്നാണിത്. സംസ്കൃതത്തിലും സാഹിത്യത്തിലും വൈദ്യത്തിലും നിരവധി പണ്ഡിതരെ ചെല്ലും ചിലവും നൽകി പരിപാലിച്ചാണ് ഭോജരാജാവ് ശ്രദ്ധേയനായത്. ഭോജരാജാവിന്റെ പേരിൽ അനേകം ഗ്രന്ഥങ്ങളുമുണ്ട്. ഇവ പലതും പണ്ഡിതരെ കൊണ്ട് എഴുതിച്ചതാകാമെന്ന് ചരിത്രകാരന്മാരുടെ തന്നെ നിഗമനങ്ങളുമുണ്ട്. ഏതായാലും ഭോജരാജാവിന്റെ കാലത്ത് പണ്ഡിതർക്ക് വേണ്ടി നിർമ്മിച്ച മന്ദിരമാണ് പിന്നീട് ഭോജശാല എന്നറിയപ്പെട്ടത്. ശാല എന്നാൽ പാഠശാല എന്നാണ് അർത്ഥം. അന്നത്തെ സർവകലാശാലകളെല്ലാം അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലും ഉണ്ടായിരുന്നു മൂഴിക്കുളം ശാല. അതും ഇതേ ചരിത്ര ഗണനയിൽ തന്നെ ഉണ്ടായതാണ്. അതുപോലെ ഒരു പാഠശാലയായിരുന്നു ഭോജശാല. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായാണ് ഭോജരാജാവ് വാഴ്ത്തപ്പെടുന്നത്. ആ കാലം തന്നെ 1000 മുതൽ 1055 വരെയാണ്. അതായത് ഇന്നേക്ക് 1000 വർഷം അഥവാ 10 നൂറ്റാണ്ട് മുൻപാണ്. എത്ര ഡസൻ തലമുറകളാണ് ഇതിനു ശേഷം ഇന്ത്യയിലൂടെ ഒഴുകിപ്പോയത് എന്ന് നോക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് അതിനുശേഷം ഉണ്ടായതെന്നും ആലോചിക്കുക. ഈ ഭോജശാലയിൽ ഇപ്പോൾ 2 ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് ഒരു വാണിദേവതാ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയെ ആരാധിക്കുന്ന സ്ഥലം. അവിടെ താമസിച്ചിരുന്ന പണ്ഡിതർ വാഗ്ദേവത എന്ന നിലയിൽ സരസ്വതിയെ ആരാധിക്കുന്നത് സ്വാഭാവികമാണ്. രണ്ടാമത്തേത് മൗല കമലുദ്ദീൻ മോസ്ക് ആണ്. മൗല കമലുദ്ദീൻ എന്ന മഹാപണ്ഡിതന്റെ ഖബറാണ്. 1201 ധറിലെത്തി ആ പാഠശാലയിൽ വിജ്ഞാനം പകർന്നയാൾ. മുസ്ലിമുകൾ മാത്രമായിരുന്നില്ല ആ പണ്ഡിതന്റെ ശിഷ്യർ, ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഖബറും അവിടെ തന്നെ സ്ഥാപിച്ചു. ആ ഖബറിലെത്തി ഹിന്ദുക്കളും മുസ്ലിമുകളും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 8 നൂറ്റാണ്ടായി. എന്ന് പറഞ്ഞാൽ 1250 മുതൽ തന്നെ ഭോജശാലയിൽ എത്തുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കും വിശ്വാസത്തിന് ഒരേ കാരണങ്ങൾ ഉണ്ട്. ഭോജശാല എക്കാലത്തും രേഖകളിൽ അതിപുരാതനമായ ചരിത്ര മന്ദിരമാണ്. അതിനുള്ളിൽ ഏതൊക്കെ ഭരണാധികാരികൾ വരുന്നുണ്ടോ അവരുടെയൊക്കെ ആരാധനയും സ്വാഭാവികമാണ്. അതിനുമപ്പുറം ഒരു കാലത്തും ഏതെങ്കിലും മതവിഭാഗത്തിന്റെ മാത്രം ആരാധനാലയമായി അത് അറിയപ്പെട്ടിട്ടില്ല. 1902 ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതാണ് മന്ദിരത്തെ. 1951 തന്നെ ദേശീയ പ്രാധാന്യമുള്ള മന്ദിരമായി ഇന്ത്യ പ്രഖ്യാപിച്ചതുമാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മന്ദിരങ്ങളിൽ ഒന്നാണ് എന്നർത്ഥം. ആ മന്ദിരത്തിൽ 2 വിശ്വാസങ്ങൾക്കും തുല്യ പ്രാധാന്യം എക്കാലത്തും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാ ദിവസവും അവിടെ എത്താം. ഹിന്ദുക്കൾക്ക് ചൊവ്വാഴ്ചകളിൽ മാത്രം സരസ്വതി ദേവിയെ ആരാധിക്കാം. കൂടാതെ വസന്ത പഞ്ചമിക്ക് ഉത്സവവുമാകാം. മുസ്ലിമുകൾക്ക് വെള്ളിയാഴ്ച വന്ന് അവിടെ നിസ്കരിക്കാം. ഈ പതിവ് ഒരു തടസ്സവുമില്ലാതെ നടക്കുന്നതിനിടെയാണ് ഒരു വസന്ത പഞ്ചമി വെള്ളിയാഴ്ച വന്നത്. അന്ന് മുസ്ലിമുകൾ പ്രാർത്ഥനയ്ക്ക് എത്തരുത് എന്നാവശ്യപ്പെട്ട് ഒരു ഹിന്ദു സംഘടന കോടതിയെ സമീപിച്ചു. അതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സംഘടനയായിരുന്നു അത്. ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്നാണ് കേസ് കൊടുത്ത ആ സംഘടനയുടെ പേര്. ക്ഷേത്രം പൊളിച്ച് ഖബർ നിർമ്മിച്ചതാണെന്നും ഖബർ അവിടെ നിന്നും നീക്കണമെന്നും സംഘടന ഹർജിയിൽ ആവശ്യപ്പെട്ടു. പുരാവസ്തു വകുപ്പിന്റെ കീഴിലായിരുന്ന മന്ദിരത്തിലെ ഈ അവകാശം പരിശോധിക്കാൻ ASI തന്നെയാണ് കോടതി ഏൽപ്പിച്ചത്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഈ വിധിയിൽ സുപ്രീം കോടതി ഇടപെട്ടു. കെട്ടിടം കുഴിച്ച് പരിശോധിക്കരുതെന്നും പരിശോധനാ ഫലം സുപ്രീം കോടതിയിലല്ലാതെ മറ്റാർക്കും നൽകരുതെന്നുമായിരുന്നു നിർദ്ദേശം. ഈ 2 നിർദ്ദേശവും ലംഘിക്കപ്പെട്ടു. കോടതിയിൽ കൊടുത്ത കടലാസിലെ വിവരങ്ങൾ അതേ നിമിഷം തന്നെ പുറത്തു വന്നു.
ക്ഷേത്രാവശിഷ്ടങ്ങൾക്ക് മേൽ ഖബർ നിർമ്മിച്ചു എന്ന് കണ്ടെത്തിയെന്നാണ് വ്യാപകമായ പ്രചാരണമുണ്ടായത്. ഹിന്ദു സംഘടനകളുടെ സാമൂഹിക മാധ്യമ ഹാൻഡിലുകളിലൂടെ രാജ്യമെങ്ങും ആ വാർത്ത പ്രചരിച്ചു. അയോധ്യയിൽ ബാബറി മസ്ജിദ് എന്നതുപോലെയും കാശിയിൽ ഗ്യാൻവാബി എന്നതുപോലെയും ഭോജശാലയും ഹിന്ദുക്കളുടേത് മാത്രമാണ് എന്നായിരുന്നു ആ പ്രചാരണം. ഇവിടെ ലംഘിക്കപ്പെട്ടത് ഭരണഘടന രൂപീകരിക്കുമ്പോൾ പറഞ്ഞു വച്ച ഏറ്റവും പവിത്രമായ കരാറാണ്. പിന്നീട് നിയമമായ ആ കരാർ അനുസരിച്ച് 1947 മുൻപ് ഒരു മന്ദിരം എന്തായിരുന്നുവോ അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നായിരുന്നു ധാരണ. അത് നിയമവും ആയതാണ്. നോക്കൂ, 1000 വർഷം മുൻപുള്ള ഒരു നിർമ്മിതി നമുക്ക് മുന്നിലുണ്ട്. ആ നിർമ്മിതി അന്നത്തെ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതാണ്. ഇസ്ലാം ഇന്ത്യയിൽ വ്യാപകമാകും മുൻപുള്ള ആ ശൈലിക്ക് ഇവിടുത്തെ നിർമ്മാണ രീതികളാണ് പിന്തുടർന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് അത് ക്ഷേത്രം മാത്രമാണ് എന്ന് പറയാൻ കഴിയുമോ? പള്ളി നീക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയും? ഇന്ത്യ ചരിത്രത്തിന്റെ നേർ പരിച്ഛേദമാണ് ഭോജശാല. അവിടെ ഹിന്ദുക്കളുടെയും മുസ്ലിമുകളുടെയും ആരാധനാ രീതികൾ അതത് ഘട്ടങ്ങളിൽ കടന്നു വന്നതാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമായിരുന്നു എന്ന് തീരുമാനിക്കാമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അങ്ങനെ തീരുമാനിച്ച് അടിത്തറ കുഴിച്ചാൽ ഈ രാജ്യം എവിടെയാണ് എത്തുക? അങ്ങനെ നോക്കിയാൽ ഇന്നത്തെ എത്രയെത്ര ഹിന്ദു ആരാധനാലയങ്ങൾ ജൈനർക്കും ബുദ്ധർക്കും വിട്ടു നൽകേണ്ടി വരുമെന്ന് മറക്കരുത് എന്ന അംബേദ്കറുടെയും നെഹ്റുവിന്റെയും പ്രസ്താവന തന്നെയാണ് ഏറ്റവും വലിയ മുന്നറിയിപ്പ്. ഇപ്പോൾ നമ്മുടെ പൈതൃകത്തെ തന്നെയാണ്, നാനാത്വത്തിലെ ഏകത്വത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. സത്യം ഇത്രയേ ഉള്ളൂ, ഭോജശാലയെ ആരാധനാലയം എന്ന് വിളിക്കാനാകില്ല. അത് ചരിത്ര സ്മാരകമാണ്. അവിടെ ഹിന്ദുക്കളും മുസ്ലിമുകളും ആരാധന നടത്തുന്ന 2 കേന്ദ്രങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് നിലവിലെ കോടതി വിധികൾ ഉള്ളത്. പരസ്പരം അനുമതി നൽകി ആ പ്രാർത്ഥനകൾ തുടരുവാൻ സാഹചര്യം ഒരുക്കുകയാണ് മതസംഘടനകളിൽ നിന്ന് നമ്മുടെ രാജ്യം പ്രതീക്ഷിക്കുന്നത്. 1000 വർഷം പഴക്കമുള്ള മന്ദിരം വരും തലമുറകൾക്കായി നിലനിർത്തുക എന്നതിനാകണം രാജ്യത്തിന്റെ ശ്രദ്ധ.